ഗ്യാരണ്ടിയുണ്ട്. അത് RSSന്റെ ഗ്യാരണ്ടിയല്ല. ഈ കേരളത്തിന് നാരായണ ഗുരുവിന്റെ ഗ്യാരണ്ടിയുണ്ട്. ഈ കേരളത്തിന് സഹോദരൻ അയ്യപ്പന്റെ ഗ്യാരണ്ടിയുണ്ട്. ഈ കേരളത്തിന് വാഗ്ബടാനന്ദന്റെ ഗ്യാരണ്ടിയുണ്ട്. ഈ കേരളത്തിന് EMSന്റെ AKGയുടെ വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ ഗ്യാരണ്ടിയുണ്ട്. ഈ കേരളത്തിന് മതനിരപേക്ഷതയുടെ ഗ്യാരണ്ടിയുണ്ട്. നോക്കൂ നിങ്ങൾ, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ പയ്യന്നൂരിലൂടെ സഞ്ചരിച്ചു. പയ്യന്നൂര് പയ്യന്നൂരിന്റെയും അടുത്ത് കാഞ്ഞങ്ങാടിനകത്ത് മാലോം എന്ന് പറയുന്ന ഒരു ഗ്രാമമുണ്ട്. മാലോം എന്ന് പറയുന്ന ഗ്രാമത്തിൽ ഒരു ക്ഷേത്രമുണ്ട്. മാലോം കോലോം ഭഗവതി ക്ഷേത്രം എന്നാണ് ആ ക്ഷേത്രത്തിന്റെ പേര്. നമ്മുടെ ഇന്ത്യയിൽ അതിമനോഹരമായ ജീവിത രീതിയുള്ള നാടാ ഈ കേരളം. മാലോം കോലോം ഭഗവതി ക്ഷേത്രത്തിലേക്ക് നിങ്ങൾ പോയാൽ അവിടെ മാലോം കോലോം ഭഗവതി ക്ഷേത്രത്തിന്റെ ഉത്സവകാലത്ത് അവിടെ തെയ്യം നടക്കും. അവിടെ ഭഗവതി തെയ്യം, ഭഗവതിയാണ് പ്രധാനപ്പെട്ട തെയ്യമായി വരുന്നത്. അങ്ങനെ ഭഗവതി, മുച്ചിലോട്ട് ഭഗവതിയുടെ വേഷത്തിൽ അവിടെ തെയ്യം ഇങ്ങനെ വരും. ആ തെയ്യം അതിഗംഭീരമായ പെർഫോമൻസ് ഒക്കെ നടത്തിക്കൊണ്ട് അവിടെ വരുന്ന ആളുകൾക്ക് അനുഗ്രഹം നൽകിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് തെയ്യം അനുഗ്രഹം നടത്തുന്ന അതേ അമ്പലപ്പറമ്പിൽ, ആ അമ്പലപ്പറമ്പിൽ തൊട്ടടുത്ത്, ക്ഷേത്രത്തിന്റെ തൊട്ടടുത്ത് ഒരു തറയിൽ കയറി നിന്നുകൊണ്ട് മൊല്ലാക്കയുടെ വേഷത്തിൽ ഒരു മനുഷ്യൻ ഇങ്ങനെ നിന്നിട്ട് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ നീട്ടി വിളിക്കും. ബാങ്ക് പള്ളിപ്പറമ്പിലല്ല, അമ്പലപ്പറമ്പിൽ. മുച്ചിലോട്ട് ഭഗവതി മാലോം കോലോം ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് ഇങ്ങനെ തെയ്യം അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അമ്പലപ്പറമ്പിൽ തറയിൽ നിന്നുകൊണ്ട് ഒരു ബാങ്ക് വിളി കേൾക്കാം. പകുതി ബാങ്ക് അല്ല, സിനിമയിലെ ബാങ്ക് അല്ല, ഫുൾ ഓപ്ഷൻ ബാങ്ക്. മുഴുവനായും അവിടെ ബാങ്ക് പിടിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് ബാങ്ക് വിളി അവസാനിക്കും. ആ ബാങ്ക് വിളി കേൾക്കുമ്പോ ആ അമ്പലപ്പറമ്പിലെ വിശ്വാസികളിൽ ഒരാളും ബാങ്ക് വിളിച്ച മനുഷ്യന് നേരെ തല്ലാനോങ്ങുന്നില്ല. അവിടെ ഒന്നും ഇറങ്ങി വന്നിട്ട് ബാങ്ക് വിളിച്ച മനുഷ്യൻ തൊട്ടടുത്തുള്ള ആ പറമ്പിൽ നിന്ന് തന്നെ ഒരു കിണ്ടിയിൽ കുറച്ച് വെള്ളമെടുക്കും. ആ വെള്ളമെടുത്ത് വധു എടുക്കും. മുസ്ലിങ്ങൾ നിസ്കരിക്കുന്നതിന് മുമ്പ് ദേഹശുദ്ധി വരുത്തുന്ന വധൂഹ്. ആ വധു എടുത്തു കഴിഞ്ഞിട്ട് വീണ്ടും ഈ തറയിലേക്ക് ഈ തെയ്യം, ഈ മനുഷ്യൻ ഇങ്ങനെ നടന്നു പോകും. ഈ മൊല്ലാക്ക നടന്നു പോകും. ഇങ്ങനെ മൊല്ലാക്ക നടന്നു പോയിട്ട്, മൊല്ലാക്കയുടെ വേഷമാണ് വെളുത്ത കുപ്പായം, വെളുത്ത തുണി, വെള്ള ബനിയൻ. നമ്മുടെ മൊല്ലാക്കാര്, പഴയ മൊല്ലാക്കാർ ഇട്ടിരുന്ന വെള്ള ബനിയൻ, നല്ല തൊപ്പി. ആ തൊപ്പിയിട്ടിട്ട് അമ്പലത്തിന്റെ തറയിൽ ഇങ്ങനെ കയറി നിൽക്കും. എന്നിട്ട് ബാങ്ക് വിളിച്ചതിന് ശേഷം അദ്ദേഹം വീണ്ടും തക്ബീർ കെട്ടിക്കൊണ്ട് യഥാർത്ഥത്തിൽ എങ്ങനെയാണോ നമസ്കാരം നടക്കുക അതുപോലെ നിസ്കരിച്ച് സലാം വീട്ടി പുറത്തിറങ്ങും. സലാം വീട്ടി പുറത്തിറങ്ങുന്ന ഈ മനുഷ്യനെ കാണാൻ ആളുകൾ വരി നിൽക്കും. മുച്ചിലോട്ട് ഭഗവതിയുടെ അനുഗ്രഹം വാങ്ങിയ ഹൈന്ദവ മതവിശ്വാസികൾ മാലോം കോലോം ഭഗവതി ക്ഷേത്രത്തിൽ പിന്നെ വരി നിൽക്കും. എന്തിനു വേണ്ടിയാണെന്നറിയുമോ? ഇയാളുടെ ഈ നിസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന മനുഷ്യന്റെ അനുഗ്രഹം വാങ്ങാൻ. ഇദ്ദേഹത്തിന്റെ പേരാണ് മുക്രിത്തയ്യം. മുക്രിത്തയ്യമുള്ള നാടിന്റെ പേരാണ് കേരളം. ഈ കേരളത്തിൽ വന്നിട്ടാണ് RSSകാരനായ മോദി ഞാൻ ഗ്യാരണ്ടി എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് ഗ്യാരണ്ടി നാരായണ ഗുരുവുണ്ട് മിസ്റ്റർ മോദി, ഞങ്ങൾക്ക് ഗ്യാരണ്ടി ഗുരുവുണ്ട്. നാരായണ ഗുരുവിന്റെ ഗ്യാരണ്ടിയുള്ള നാടാ കേരളം. 1888 കേരളപ്പിറവിക്കും എത്രയോ മുമ്പ് ഇതുപോലെയുള്ള കുത്തിത്തിരിപ്പന്മാർ കേരളത്തിലേക്ക് വരും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നാരായണ ഗുരുദേവൻ 1888 അരുവിപ്പുറത്ത് നെയ്യാർപ്പുഴയിൽ ഒന്ന് മുങ്ങി നിവർന്നിട്ടൊരു കല്ല് പ്രതിഷ്ഠിച്ച് തീരത്ത് കരിക്കട്ടയിൽ എഴുതി വെച്ച വാക്കുണ്ട്. കരിക്കട്ടയിൽ നാരായണ ഗുരു എഴുതിയ വാക്ക് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. ഈ കേരളത്തെ കുറിച്ചാണ്. ഇതാണ് കേരളത്തിന്റെ പാരമ്പര്യം. മതനിരപേക്ഷതയുടെ, ബഹുസ്വരതയുടെ, ഒരുമയുടെ, ജാതിക്കും മതത്തിനും ലിംഗവ്യത്യാസത്തിനും അപ്പുറം ഒരുമിച്ച് നിന്ന മനുഷ്യന്റെ പാരമ്പര്യം. അവിടെ വന്നാണ് 17 തവണ മോദി കേരളത്തിലെ സ്ത്രീകളോട് ഗ്യാരണ്ടി പറയുന്നത്. എന്നാൽ മോദിയുടെ ഗ്യാരണ്ടി നമ്മൾ കണ്ടില്ല. മണിപ്പൂരിലെ കുക്കി സ്ത്രീകൾ പൂർണ്ണനഗ്നരായി ആൾക്കൂട്ടം അവരുടെ ശരീരങ്ങളിൽ മാനഭംഗപ്പെടുത്തിക്കൊണ്ട് അപമാനിതരാക്കിക്കൊണ്ട് പൂർണ്ണനഗ്നരായി തെരുവിൽ അട്ടിയോടിക്കപ്പെട്ട ആ സ്ത്രീകളുണ്ടല്ലോ, ആ സ്ത്രീകളുടെ മുന്നിൽ പോയി ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞില്ല ഞാൻ ഗ്യാരണ്ടി, നിങ്ങൾക്ക് വസ്ത്രമുരിഞ്ഞ് നിങ്ങളെ ആരും അപമാനിക്കില്ല,
ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി നിൽക്കാമെന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി മണിപ്പൂരിലെ നഗ്നരാക്കപ്പെട്ട സ്ത്രീകളോട് പറഞ്ഞില്ല. നോക്കൂ നിങ്ങൾ, ഇന്ത്യയിൽ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിലേക്ക് ഈ രാജ്യത്തിന്റെ അഭിമാനം വാനോളം ഉയർത്തിയ കുറെ മനുഷ്യരിങ്ങനെ നടന്നുപോയി. സാക്ഷി മാലിക്കിന് ഓർമ്മയില്ലേ നിങ്ങൾക്ക്? ലോകത്തിനു മുന്നിൽ ഇന്ത്യ ഒളിമ്പിക്സ് മെഡൽ നേടിയത് വളരെ കുറച്ച് തവണയാണ്. ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ദേശീയ ഗാനം ലോകത്തിനു മുന്നിൽ കേട്ടത് വളരെ 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 കുറഞ്ഞ തവണ മാത്രമാണ്. അങ്ങനെ ലോകത്തിനു മുന്നിൽ ഇടിക്കൂട്ടിൽ ഇന്ത്യക്ക് വേണ്ടി മെഡൽ നേടിയ ഇന്ത്യയുടെ ഏറ്റവും ഉജ്ജ്വലയായ ഗുസ്തി താരത്തിന്റെ പേരാണ് സാക്ഷി മാലിക്. ആ സാക്ഷി മാലിക് അവർക്ക് ലഭിച്ച ഒളിമ്പിക്സ് മെഡലുകൾ നോക്കൂ നിങ്ങൾ. നമ്മളൊക്കെ കുട്ടിക്കാലത്തെന്ന എന്നല്ല, ഇപ്പോഴും നിങ്ങൾക്കൊക്കെ സ്നേഹത്തോടെ ആരെങ്കിലും ഒരു സമ്മാനം തന്നാൽ ആ സമ്മാനം വഴിയിൽ ഉപേക്ഷിച്ചു പോകാൻ നമുക്ക് കഴിയുമോ പ്രിയപ്പെട്ടവരെ? നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു നേട്ടം, ആ നേട്ടം വഴിയിൽ ഉപേക്ഷിച്ചു പോകാൻ നമുക്ക് കഴിയുമോ? എത്ര വേദനിക്കും നമ്മുടെ മനസ്സ്. ഇത്ര പ്രായമായാലും ഈ പ്രായത്തിലും ഏത് പ്രായത്തിലും, കുട്ടിയായാലും വലുതായാലും നമുക്ക് കിട്ടിയ ഒരു സമ്മാനം വഴിയിൽ ഉപേക്ഷിച്ചു പോരാൻ ഓരോ മനുഷ്യന്റെയും ഹൃദയം നുറുങ്ങുന്ന വേദനയുണ്ടാകും. ആ വേദനയോടെയാണ് സാക്ഷി മാലിക് അവർക്ക് ലഭിച്ച ഒളിമ്പിക്സ് മെഡൽ, അവർക്ക് ലഭിച്ച ഏഷ്യൻ ഗെയിംസിലെ മെഡൽ, അവർക്ക് ലഭിച്ച ലോക ചാമ്പ്യൻഷിപ്പിലെ കോമൺവെൽത്തിലെ അവർക്ക് ലഭിച്ച മെഡലുകൾ ഓരോന്നായി ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വഴിവക്കിൽ, പ്രധാനമന്ത്രിയുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ ഉപേക്ഷിച്ച് തിരിച്ചു പോവേണ്ടി വന്ന കായിക താരത്തിന്റെ പേരാണ് സാക്ഷി മാലിക്. വിനയ് ഫോഗട്ടിനെ മറന്നുപോയിട്ടില്ല നമ്മൾ. ഇന്ത്യയിലെ കായിക താരങ്ങൾ, ഗുസ്തി താരങ്ങൾ, ഇന്ത്യൻ വനിതാ ഗുസ്തി താരങ്ങൾ എന്തിനാണ് അവരുടെ സമ്മാനങ്ങൾ വഴിയിൽ ഉപേക്ഷിച്ചു പോയത്? ആ സമ്മാനങ്ങൾ വഴിയിൽ ഉപേക്ഷിച്ചു പോയ ആ സ്ത്രീകളെ അപമാനിക്കാൻ ഇന്ത്യക്ക് വേണ്ടി ഗുസ്തി താരങ്ങളായി ലോകത്തിനു മുന്നിൽ ഇന്ത്യയുടെ അഭിമാനം കാത്ത ആ സ്ത്രീകളോട് അവരുടെ ശരീരത്തിന് വില പറഞ്ഞു. ഇന്ത്യയിലെ ബ്രീച്ച് ഭൂഷൺ എന്ന RSS നേതാവ് തെമ്മാടിക്കുട്ടം ഇന്ത്യൻ സ്ത്രീകളുടെ ശരീരത്തിന് വിലയിട്ടു. അങ്ങനെ ഗുസ്തി താരങ്ങൾ അവരെ ഒറ്റക്കൊറ്റക്ക് വന്നാൽ, സാക്ഷി മാലിക്കിന്റെ നേരെ ബ്രിജ് ഭൂഷൺ എന്ന സംഘി നേരെ വന്നാൽ എടുത്ത് വലിച്ചെറിയാനുള്ള ആലോചന സാക്ഷി മാലിക്കിനുണ്ട്. അവർ സ്ത്രീയാണ്, പക്ഷേ ഏതൊരു പുരുഷനെയും നേരിടാനുള്ള കരുത്ത് അവരുടെ ശരീരത്തിലുണ്ട്, അവരുടെ മനസ്സിലുണ്ട്. പക്ഷേ അവര് പ്രതീക്ഷിച്ചത് അവരുടെ കൂടെയുള്ള സ്ത്രീകളെ, ചെറുപ്പക്കാരികളായ പുതിയ ഗുസ്തി താരങ്ങളെ ലൈംഗികമായി അപമാനിക്കാൻ ശ്രമിച്ച ബ്രിജ് ഭൂഷണെതിരെ ഇന്ത്യൻ പ്രധാനമന്ത്രിയോട്, ഇന്ത്യൻ ഭരണകൂടത്തോട് പരാതി പറഞ്ഞപ്പോ ഇന്ത്യയുടെ ലോകത്തിനു മുന്നിൽ ഇന്ത്യയുടെ അഭിമാനമായ കായിക താരങ്ങൾക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞില്ല ഞാൻ ഗ്യാരണ്ടി. മോദിയുടെ ഗ്യാരണ്ടി കിട്ടിയില്ല ഈ രാജ്യത്തെ സാക്ഷി മാലിക് ഉൾപ്പെടെയുള്ള ഗുസ്തി താരങ്ങൾക്ക്. നോക്കൂ നിങ്ങൾ, ഇന്ത്യയിൽ എത്രയോ സ്ഥലങ്ങളിൽ ഹസ്രത്ത് എന്ന് പറയുന്ന സ്ഥലനാമം നമ്മൾ മറന്നുപോയിരിക്കുന്നു. ഉന്നാവോ എന്ന സ്ഥലനാമം നമ്മൾ മറന്നുപോയിരിക്കുന്നു. ഇന്ത്യയിൽ എത്രയോ ഗ്രാമങ്ങളിൽ, നഗരങ്ങളിൽ രാജ്യത്ത് സ്ത്രീ സമൂഹങ്ങൾ വേട്ടയാടപ്പെടുന്നു. അവിടെ മോദി വന്ന് പറഞ്ഞില്ല ഞാൻ ഗ്യാരണ്ടി. നരേന്ദ്രമോദി പ്രസംഗിക്കാൻ വന്ന ദിവസമുണ്ടല്ലോ, അതിന്റെ തൊട്ടു മുമ്പത്തെ ദിവസം, ന്യൂ ഇയറിന്റെ അന്ന് മോദി മത്സരിച്ച മണ്ഡലത്തിന്റെ പേരാണ് വാരാണസി. ആ വാരാണസിയിൽ മോദി മത്സരിക്കുമ്പോ മോദിയുടെ സോഷ്യൽ മീഡിയ വിങ്ങിന്റെ കൺവീനർ സ്ഥാനത്ത് പ്രവർത്തിച്ച ചെറുപ്പക്കാരൻ ഉൾപ്പെടെയുള്ള 3 പേർ അറസ്റ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. എന്തിനാണ് അവർ അറസ്റ്റ് ചെയ്യപ്പെട്ടത്? IITയിൽ, വാരാണസി IITയിൽ പഠിക്കുന്ന 2 പെൺകുട്ടികളെ പീഡിപ്പിക്കാൻ ശ്രമിച്ചതിന്റെ പേരിൽ അവരോട് മോദി പറഞ്ഞില്ല ഞാൻ ഗ്യാരണ്ടി. പിന്നെ ആർക്കാണ് മോദിയുടെ ഗ്യാരണ്ടി? ആർക്കാണ് മോദിയുടെ ഗ്യാരണ്ടി? ഇവിടെ വന്നിട്ട് കേരളമാണ് ഇന്ത്യയിൽ സ്ത്രീകൾക്ക് ഒരു സുരക്ഷിതത്വവും ഇല്ലാത്ത സംസ്ഥാനം എന്ന് പ്രസംഗിക്കുകയാണ്. നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോ എന്ന് പറയുന്നത് കെ സുരേന്ദ്രൻ എന്ന ഉള്ളി സുരയെ അദ്ദേഹം എന്തൊക്കെയോ വലിച്ചു കയറ്റിയിട്ടാണ് പ്രസംഗിക്കാൻ വന്നത്. അങ്ങനെ പ്രസംഗിച്ചു പോകുമ്പോ സുരേന്ദ്രൻ വിചാരിച്ചത് ഇത് BJPയുടെ കമ്മിറ്റിയാണെന്നാണ്. പബ്ലിക്കായി പറയുകയാണ് നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോ നിങ്ങളുടെയും എന്റെയും ഗൂഗിളിൽ അവൈലബിൾ ആണ്. നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്ത്രീ പീഡനം നടക്കുന്ന സംസ്ഥാനം രാജസ്ഥാനാണ്. ഏറ്റവും കൂടുതൽ പീഡനം നടന്ന സംസ്ഥാനങ്ങൾ ഉത്തർപ്രദേശാണ്, ഗുജറാത്താണ്. അങ്ങനെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ മാനഭംഗം ചെയ്യപ്പെടുന്ന സംസ്ഥാനങ്ങളെല്ലാം ഭരിക്കുന്നത്
BJP ആണ്. ആ BJP നേതാക്കാണ് കേരളത്തിൽ വന്നിട്ട് കേരളത്തെ സ്ത്രീ സുരക്ഷിതരല്ല എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, എന്തിനാണ് RSS കേരളത്തിൽ ഫോക്കസ് ചെയ്യുന്നത്? കേരളത്തിൽ അവർ ഇങ്ങനെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? അത് തിരിച്ചറിയാൻ ഈ നാടിനകത്തെ ജനാധിപത്യവാദികളായ മുഴുവൻ മനുഷ്യർക്കും കഴിയണം. കേരളത്തെ തകർക്കാനുള്ള ശ്രമമാണ്. എന്താണ് കേരളം? കേരളമായത്, കേരളം നേടിയ ഒരു നേട്ടവും ആരെങ്കിലും തളികയിൽ കൊണ്ടുവന്ന് നീട്ടിയതല്ല. നോക്കൂ നിങ്ങൾ, നമ്മുടെ നാട്ടിലെ BJPയുടെ നേതാക്കന്മാർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഓരോ ഗ്രാമങ്ങളിലും അവരുടെ ചില യോഗങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോ കോൺഗ്രസ്